ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ റോസ് ബെൻ വ്ളോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുത്ത ഒരു ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. യെസ്, ദിസ് ഈസ് സംതിങ് വിച്ച് ഐ നെവർ യൂസ് ടു യൂസ്. ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു സാധനമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അതെൻ്റെ ലൈഫിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. ആൻഡ് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പം ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് വിത്ത് യു ഓൾ. കുറച്ച് ഇപ്പോൾ ഇവിടെ സ്വിറ്റ്സർലൻഡിലാണെങ്കിലും നല്ല സമ്മറാണ്. സമ്മർ ആണെങ്കിലും ഒക്കെ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. യെസ്, ഞാൻ കരുതി ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് എൻ്റെ വ്ളോഗ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടെന്ന്. ബിക്കോസ് എൻ്റെ ഒരു നല്ല രീതിയിലുള്ള സെൻസിറ്റീവ് സ്കിന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പിമ്പിൾസ് ഒന്നും വരുന്നൊരു സ്കിന്നല്ല. പക്ഷേ എന്തെങ്കിലും ഞാൻ ഉപയോഗിക്കാത്തൊരു സാധനം പെട്ടെന്ന് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ടൈം സംടൈംസ് ടു ജെൽ വിത്ത് മൈ സ്കിൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്കൗട്ട്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതിൻ്റെ മാർക്ക് കുറച്ചധികം നാൾ നിൽക്കും. പക്ഷെ ഞാനങ്ങനെ കുറേ സാധനങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഏതെങ്കിലും ഒരു സാധനത്തിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആദ്യത്തെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ബ്രേക്കൗട്ടൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും അതെനിക്ക് പറ്റുന്ന കാര്യമല്ല. അത് ചിലപ്പം 100,000 ആൾക്കാർക്ക് പറ്റുന്നൊരു സാധനമായിരിക്കും, പക്ഷേ എനിക്ക് പറ്റുന്നതല്ല എന്നെനിക്ക് മനസ്സിലാവും. പക്ഷേ ഐ വാസ് ഓൾസോ തിങ്കിങ് എനിക്ക് പറ്റുന്ന സാധനങ്ങൾ ഒട്ടുമിക്ക എല്ലാ സ്കിന്നിനും പറ്റുമായിരിക്കും. കാരണം ഞാൻ ഉപയോഗിച്ച് പരീക്ഷിച്ച് എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് റിയാക്ട് ആവുന്ന ഒരു സ്കിന്നായതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഈസി ഫോർ മീ ടു എക്സ്പ്ലെയിൻ ദിസ് ടു യു ഗൈസ് ഓർ ഇൻട്രൊഡ്യൂസ് ദിസ് പ്രോഡക്റ്റ് ടു യു ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് എനിക്ക് വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി അങ്ങനെ ഭീകരമായിട്ട് വരുന്ന സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഒരു കൊറിയൻ പ്രോഡക്റ്റാണ്. യെസ്, ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് തന്നെ കുറേ വർഷങ്ങളായി. എന്ന് വെച്ചാൽ എനിക്കാണ് ഒരു 12 ഇയേഴ്സോളമായി ഞാൻ എൻ്റെ ഫേസിൽ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. ഈവൻ ഞാൻ ചെറുപ്പമായിരുന്നപ്പോഴും എൻ്റെ മുഖത്ത് ഒരു ഫെയർനെസ് ക്രീമോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു എക്സ്ട്രാ നമുക്കൊരു ബ്യൂട്ടി തരുന്ന അല്ലെങ്കിൽ ഒരു ഗ്ലോ തരുന്ന ക്രീമൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ബോഡിയിൽ ഫുള്ളി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ തന്നെ ഞാൻ മുഖത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്ട്സേ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന പ്രൊഡക്ട്സേ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇത് അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചധികം കാലമായിട്ട് എൻ്റെ സ്കിന്നിൽ ബോഡിയുടെ ഉള്ള സ്കിന്നിൽ കഴുത്തിന് താഴ്പോട്ടുള്ള സ്കിന്നിൽ ഞാൻ വേറൊരു മോയ്സ്ചറൈസറും അതിനെ പറ്റിയിട്ട് ഞാൻ ലേറ്റർ വേറൊരു വ്ളോഗിൽ പറയാം ഞാൻ എന്താ യൂസ് ചെയ്യുന്നതെന്നും അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്നും. പക്ഷേ എൻ്റെ മുഖത്ത് ഞാൻ ഒരു 7 ഇയേഴ്സ് ബാക്ക് നമ്മൾ അനീസ് അൻസാരിയുടെ ഷോപ്പിൽ നിന്ന് PAC എന്ന് പറഞ്ഞ ബ്രാൻഡ് ബേസ് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ബിക്കോസ് ഇവിടെ നമ്മളിപ്പോൾ അത് മോയ്സ്ചറൈസർ എന്തെങ്കിലും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചിട്ടൊക്കെ രാവിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ സ്കിന്നിങ്ങനെ വൈറ്റ് പാച്ചസ് വന്നിട്ടിരിക്കും. അത്രയും ബാഡാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പക്ഷെ നാട്ടിലാണെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് ഞാനങ്ങനെ ഈ 5 സ്റ്റെപ്സ് ഓഫ് സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ആളല്ല. ഇപ്പം എന്താ പറയുക, ക്ലെൻസിങ്ങോ ടോണിങ് പിന്നെ മോയ്സ്ചറൈസർ പിന്നെ സൺസ്ക്രീൻ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല. ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു സെറം എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പാക്കിൻ്റെ പ്രോഡക്റ്റ് കുറേ നാൾ ഞാൻ യൂസ് ചെയ്തു. എനിക്കത് മുഖത്തിന് നന്നായിട്ട് ചേർന്നു. പക്ഷേ അതിന് അങ്ങനെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ മോയ്സ്ചറൈസർ ആൻഡ് എ പ്രൈമർ. അപ്പോൾ പാൻഡമിക്കിൻ്റെ സമയത്ത് അത് ഞാൻ നിർത്തിയായിരുന്നു. കുറേ വർഷങ്ങൾ ഞാൻ ഓഫീസിൽ പോയപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തു. പിന്നെ ഓഫീസിൽ പോവാതായപ്പം ഐ ഓൾസോ സ്റ്റോപ്ഡ് ഇറ്റ് ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കിന്നിനെ കുറച്ച് കെയർ ചെയ്യാൻ തുടങ്ങിയത്. എഗെയിൻ ഞാൻ മാസ്കോ അല്ലെങ്കിൽ മറ്റേ ഹൈഡ്രേഷൻ അത് ഈ ആസിഡ് അങ്ങനത്തെ ആസിഡ്സ് ഒന്നും എൻ്റെ മുഖത്ത് ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ തന്നെ പരീക്ഷിക്കുന്ന വസ്തുക്കളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് കൊറിയൻ സ്കിൻ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. യെസ്, അത് കൊറിയൻ ക്ലൈമറ്റിൽ അവരുടെ സ്കിന്നിലും അത് നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാം നല്ലതാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ കൊറിയൻ പ്രൊഡക്ട്സൊക്കെ മേടിക്കുമ്പോൾ 2 ദിവസം യൂസ് ചെയ്തിട്ടൊക്കെ വേണം
2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം. നമ്മുടെ യൂട്യൂബിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഓരോ കാര്യങ്ങൾ പറയുമല്ലോ, പക്ഷെ അതെല്ലാം നമ്മൾക്ക് സൂട്ടാവണം എന്നില്ല. അവർക്ക് അവരുടെ സ്കിന്നിൽ അത് അടിപൊളിയായിരിക്കും, പക്ഷെ നമുക്കത് സൂട്ടാവണം എന്നില്ല. ഒരു കൊറിയൻ ബേസ് സിറം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈറ്റിലേക്കാണ്. ബിക്കോസ് എനിക്ക് എൻ്റെ മുഖത്ത് കുറച്ചധികം പിമ്പിൾസും വന്നു. ഡെഫിഷ്യൻസി വന്നപ്പോൾ എൻ്റെ മുഖത്ത് നല്ലപോലെ പിമ്പിൾസ് വന്നായിരുന്നു. അങ്ങനെ ഞാനൊരു സ്കിൻ ഡോക്ടറിനെ കാണിച്ചപ്പം ഷീ ഗേവ് മീ എ സിറം, ഷീ ഗേവ് മീ റെറ്റിനോൾ, ഷീ ഗേവ് മീ സംതിങ്. പക്ഷേ ഞാൻ 6 മാസത്തേക്കുള്ള പ്രൊഡക്ട്സ് മേടിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് ഇവിടെ വന്നത് കേട്ടോ. വലിയ ഫേമസ് സ്കിൻ ഡോക്ടറാണ്. അവരുടെ പ്രശ്നമല്ല, അത് എൻ്റെ സ്കിന്നിന് പറ്റിയില്ല. ഞാൻ ഇവിടെ വന്നു, റെറ്റിനോൾ ഇട്ടു, അവർ പറഞ്ഞ പോലെ ഇട്ടു. ഇപ്പോൾ ഈ റെറ്റിനോൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓടിപ്പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊന്നും മേടിക്കരുത്. അത് ഓരോരുത്തർക്കും ഡോക്ടേഴ്സ് പറയണ പോലെ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ റെറ്റിനോൾ ഇട്ടിട്ട് എൻ്റെ സ്കിന്ന് ഇവിടെ അങ്ങ് കീറി. ലിറ്ററലി എൻ്റെ സ്കിന്ന്, എൻ്റെ തൊലി പൊളിഞ്ഞ്. ഫോർ മീ ദാറ്റ് വാസ് കൈൻഡ് ഓഫ് എ ബേണിംഗ് എഫക്റ്റ് ആൻഡ് ഐ ഗോട്ട് കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ദാറ്റ് ഐ വാസൻറ്റ് ഏബിൾ ടു ഗോ ഔട്ട് യുനോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ ഏത് ഡോക്ടർ പറഞ്ഞാലും നമ്മൾക്കത് പറ്റുന്നില്ല, നമുക്ക് എത്ര വില കൊടുത്ത് നമ്മൾ മേടിച്ചാലും നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ നമ്മൾ പോകരുത്. അപ്പം ഞാനത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്കിന്ന് പൊളിയാൻ തുടങ്ങിയതിന് ശേഷം ഞാനത് നിർത്തി. പക്ഷേ അതിൽ പിന്നെ അവരെനിക്ക് ഹൈലൂറോണിക് ആസിഡ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ അതിനകത്തൊരു സിറം മാത്രമാണ് എനിക്ക് പറ്റിയത്. അത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്തു. ആ സിറം മാത്രം, അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ ഇടും. പക്ഷെ ആ സിറം ഞാൻ എൻ്റെ വ്ളോഗിൽ പറയുന്നില്ല, ബിക്കോസ് അത് ഓരോരുത്തർക്കും ഓരോ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറമാണത്. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് വാണ്ട് സേ ദാറ്റ് ഇൻ പബ്ലിക്, ബിക്കോസ് ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ് ഒരു സിറമാണത്. പക്ഷെ അതിൻ്റെ അവൈലബിലിറ്റി തീർന്നു. അതായത് പിന്നെ ഞാനത് കുറേ വർഷം യൂസ് ചെയ്തെങ്കിലും ഇപ്പം ഞാൻ അവിടെ പോയിട്ട് അത് ചോദിച്ചാൽ അത് ആക്ച്വലി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഐ ഹാഡ് ടു ലുക്ക് ഫോർ ആൻ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനൊരു കാര്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ ഫോർ മീ ഇറ്റ്സ് റിയലി ദെൻ ഡിഫിക്കൾട്ട് ടു ജസ്റ്റ് ജമ്പ് ഇൻ ടു എ ന്യൂ പ്രൊഡക്റ്റ്. കാര്യം എൻ്റെ ഫേസ് അതിൽ അത്രയും യൂസ് ടു ആയി. ഈവൺ അതൊരു ഷാമ്പൂവിൻ്റെ കാര്യമാണെങ്കിലും ഞാനൊരു ഷാമ്പു യൂസ് ചെയ്താൽ പിന്നെ ഞാൻ വർഷങ്ങളോളം അത് യൂസ് ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് ഒരു ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോകുമ്പോൾ ഞാൻ വേറൊരു ഷാമ്പു യൂസ് ചെയ്താൽ മാനസികമായിരിക്കും ഐ ലൂസ് എ ലോട്ട് ഓഫ് ഹെയർ. എല്ലാവരും പറയുന്നത് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യണം എന്നാണ് കേട്ടോ. പക്ഷേ എനിക്ക് അതൊരു നല്ല കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇതൊക്കെ കണ്ട് ഈ സ്നെയിൽ മ്യൂസിൻ ഇല്ലേ, കൊറിയൻ കോസെറെക്സിൻ്റെ ഒക്കെ സ്നെയിൽ മ്യൂസിൻ മേടിച്ചു. അതെല്ലാ സ്കിന്നിനും പറ്റുന്ന സാധനമാണ്. ഈവൻ പാവലിൻ്റെ സ്കിന്നിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറേ പിമ്പിൾസ് വരും. പക്ഷെ ഇത് പാവൽ ഞങ്ങൾ ഒരു ഡബ്ബ മേടിച്ചു. ആ സ്നെയിൽ മ്യൂസിൻ പാവലിന് യൂസ് ചെയ്തിട്ട് പാവലിൻ്റെ സ്കിന്നിൻ്റെ പിമ്പിൾസൊക്കെ കുറേയും പോയി. അപ്പോൾ സ്നെയിൽ മ്യൂസിൻ അതൊരു നോർമൽ മോയ്സ്ചറൈസർ ആട്ടോ, ഓൾ ഇൻ വൺ സ്നെയിൽ മ്യൂസിൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ബ്രേക്ക് ഔട്ട് തന്നു. അപ്പം എനിക്ക് വേറെ അവസ്ഥ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാനത് മേടിച്ചത് കേട്ടോ. ബിക്കോസ് എനിക്ക് എൻ്റെ സിറം ഇപ്പോൾ അവൈലബിൾ അല്ല. സോ ഐ ഹാവ് ടു ഗെറ്റ് യൂസ് ടു സം ന്യൂ മോയ്സ്ചറൈസർ. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല. നമുക്ക് ആമസോണിലും ഇവിടെ ഗാലക്സിസിലും ഡിജിറ്റെക്കിലൊക്കെ ഗാലക്സിസിലും മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. അപ്പം ഞാനത് മേടിച്ചു, യൂസ് ചെയ്ത് നോക്കി. പക്ഷേ ദാറ്റ് ടൈറ്റൻസ് യുവർ സ്കിൻ. പക്ഷേ എനിക്കത് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ ആ കുരു വന്ന റീസൺ ഈ സ്നെയിൽ മ്യൂസിൻ ഇട്ടതിന് ശേഷമാണ്. ദെൻ ഐ ഹാഡ് ടു ഹീൽ. വേറെ പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ തൊലി പൊളിഞ്ഞു വരലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് അത് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്നെയിൽ മ്യൂസിനൊക്കെ മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതൊരു കൊറിയൻ പ്രൊഡക്റ്റാണ്. ഞാൻ ഒരു സൺസ്ക്രീനും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നിറം നമ്മൾ വെയിലത്ത് പോയാലും നമ്മൾ കറക്കാതിരിക്കാനുള്ളൊരു സാധനമല്ല. ഇറ്റ്സ് ജസ്റ്റ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം UV റേസ്. അപ്പം ഞങ്ങളിപ്പോൾ സ്പെയിനിലോ ഇറ്റലിയിലോ ഒക്കെ പോകുമ്പോൾ മാത്രം ഞങ്ങൾ ദേഹത്ത് മുഴുവൻ സൺസ്ക്രീൻ അടിച്ച് മുഖത്തും അടിച്ച് അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഇവിടെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ സൺസ്ക്രീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഐ ഡിഡ്ന്റ് വാണ്ട് ടു മിക്സ് 2-3 പ്രോഡക്ട്സ്. സോ ഞാൻ ഈ മോയ്സ്ചറൈസർ മാത്രം ഇട്ടു. അത്
അത് പറ്റാതായപ്പോഴത്തേക്കും ഞാനതിനെ ഹീൽ ചെയ്യാൻ സമയം കൊടുത്തു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് മൈ നോർമൽ സെറാഫിയുടെ എൻ്റെ ബോഡി ലോഷൻ തന്നെ മുഖത്ത് യൂസ് ചെയ്ത് അതിനെ ഹീൽ ചെയ്യാനായിട്ട്. ആൻഡ് ഞാൻ അതിനെ ഹീൽ ചെയ്യിക്കുന്നുണ്ട്. ഇപ്പം അതെല്ലാം പോയി, അതിൻ്റെ പാട് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് മോയ്സ്ചറൈസർ വേണം, എനിക്ക് എന്തായാലും ഒന്ന് വേണം. അപ്പം ഞാൻ പേടിച്ചിട്ടാണ് എനിക്കെപ്പോഴും ഞാൻ മേടിച്ചൊരു സൺസ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനത് കുറേ വ്ളോഗ്സ് കണ്ടിട്ട് തന്നെയാട്ടോ ഞാനത് മേടിച്ചത്. ബിക്കോസ് എനിക്കിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഡോക്ടർ എനിക്ക് അന്നൊരു സൺസ്ക്രീൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് നമ്മൾക്ക് നാട്ടിൽ തരണ സൺസ്ക്രീൻ നമുക്ക് അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് 50 SPF ആണെങ്കിൽ ഇവിടുത്തെ ഒരു വെതറിൽ ചിലപ്പോൾ അത് മാറ്റാം. അപ്പോൾ എനിക്കതത്ര താല്പര്യമായില്ല. അപ്പോൾ 6 മേടിച്ചിട്ട് വന്നിട്ട് അത് ചുമ്മാ ഇവിടെ ഐ വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ടു ദിസ് സൺസ്ക്രീൻ. This is one of the best thing which I came across since some time. This is called Beauty of Joyson. അതായത് ഇതൊരു ബ്രാൻഡാണ്, ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. ഇവരുടെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ആകെ മേടിച്ചത് ഇവരുടെ ഒറിജിനൽ സൺസ്ക്രീനാണ്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ അക്വാ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു സൺസ്ക്രീൻ ഇറങ്ങിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി ലിക്വിഡി വേർഷനാണ്. അപ്പോൾ കുറച്ച് ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്ക് ആ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അക്വാ ഫ്രഷിൻ്റെ തന്നെ, ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ തന്നെ അക്വാ ഫ്രഷ്, ഇവിടെ ഒരു ബ്ലൂ കളറാണ്. എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ സൈഡിലോട്ടുള്ളൊരു സ്കിന്നാണ്. അപ്പം ഞാൻ ഇതാണ് മേടിച്ചത്. ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് വേർഷൻ. കുറേ പേര് യൂസ് ചെയ്തതാണ്, സ്നെയിൽ മ്യൂസിയം പോലെ തന്നെ. പക്ഷേ എനിക്ക് അത് ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ അല്ല. പക്ഷേ ഇത് 50 SPF ഉള്ള സൺസ്ക്രീനാണ്. ഇത് ആക്ച്വലി ഇറ്റ്സ് എ റൈസ് പ്ലസ് പ്രോബയോട്ടിക്സ് ആണ് ഇതിൻ്റെ കണ്ടൻറ്റ്. അതായത് ഇത് ഞാൻ ആദ്യം ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നോർമലി നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്യും സ്കിന്ന്, എന്നിട്ട് അത് ഡ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾക്ക് ടോണർ യൂസ് ചെയ്യാം. അത് വെള്ളം പോലെ ഇരിക്കുന്ന ഒരു കാര്യം, ടോണർ യൂസ് ചെയ്യാം. അതിനുശേഷം സിറം യൂസ് ചെയ്യാം. അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് അതിനുശേഷമാണ് സൺസ്ക്രീൻ. ഇതാണ് 5 steps ഓഫ് സ്കിൻ കെയർ. ഇതിൽ ഞാൻ ആകെ ഒരു സാധനം ചെയ്യാറുള്ളൂ, മോയ്സ്ചറൈസർ. ഞാനിപ്പം മോയ്സ്ചറൈസർ ഒഴിവാക്കിയിട്ട് സൺസ്ക്രീനിലേക്ക് മാത്രം എത്തിയിട്ടുണ്ട്. നമ്മൾ പകലും രാത്രിയും ഒക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ സൺസ്ക്രീൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമല്ല, ഇപ്പം ഞാൻ ജനലിൻ്റെ അരികത്താണ് ജോലി ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സണ്ണ് വെറുതെ അടിച്ചാൽ പോലും ദാറ്റ്സ് നോട്ട് സോ ഗുഡ്. ഇപ്പം നമ്മുടെ ലൈറ്റ് ആണെങ്കിലും എല്ലാത്തിലും UV റേസ് ഉണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ഇസ് ഗുഡ് എന്നുള്ളതാണ്. പക്ഷെ ഞാനിതിൽ ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല ഇതിൻ്റെ ആവശ്യം ഉണ്ടോയെന്നൊക്കെ. പക്ഷെ നിറം കുറയാതിരിക്കില്ല. ഇറ്റ് ജസ്റ്റ് പ്രൊട്ടക്ട്സ് യു ഫ്രം UV റേസ്, അത്രേ ഉള്ളൂ. സൺസ്ക്രീൻ എനിക്കൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടിയായിട്ട് തന്നത്. ഇത് നമ്മൾ നോർമൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം വരുന്ന വൈറ്റ് പാച്ചസും കാര്യങ്ങളും ഒന്നും വരില്ല. നമ്മൾ നല്ലൊരു എമൗണ്ട് ഓഫ് സൺസ്ക്രീനാണ് ഇടേണ്ടത്. നമ്മൾ പറയുന്ന 3 finger അപ്രോച്ച് എന്നാണ് എപ്പോഴും പറയുക സൺസ്ക്രീനിന്. 3 ഫിംഗറിൽ എടുത്തിട്ട് മുഖം, ചെവി, കഴുത്ത്, ഇതാണ് നമ്മൾ ഇടേണ്ടത് സൺസ്ക്രീൻ. അപ്പം ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫൗണ്ടേഷൻ സൺസ്ക്രീനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിടുമ്പോഴത്തേക്കിനും ഒരു ക്രീമി എഫക്റ്റാണ്. പക്ഷേ ആ ഒരു വൈറ്റ് പാച്ചസ് ഇല്ല. നമ്മൾ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് തോന്നുമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇറ്റ്സ് സൂപ്പർ ഹൈഡ്രേറ്റിംഗ്. ഇതിൽ നമുക്ക് ഉള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% റൈസ് എക്സ്ട്രാക്റ്റ് ആണുള്ളത്. അതായത് റൈസ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അത് ബ്രൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ്ങും ഹൈഡ്രേറ്റിങ്ങും ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള കാര്യമാണ്. നോർമലി എല്ലാ സൺസ്ക്രീനിലും UV പ്രൊട്ടക്ഷൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ, ഈ ഫീച്ചർ ഉണ്ടാവാറില്ല. പക്ഷേ ഈ 30% റൈസ് കണ്ടൻറ്റ് എക്സ്ട്രാക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് ഈ ഒരു ഗുണവും കൂടി തരുന്നുണ്ട്. നമ്മളൊരു 6 hours ആണ് ഇവർ പ്രോമിസ് ചെയ്യുന്നത് ഹൈഡ്രേറ്റിങ്ങിന്. എനിക്കിതേ ഞാൻ രാവിലെ ഇട്ടതാണ്. ഐ വെൻറ്റ് ടു ഓഫീസ്, ഐ പുട്ട് ഇൻ ദ മോർണിംഗ്. ഇപ്പോഴും എൻ്റെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. വെള്ളം കുടിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഐ ഫീൽ വെരി ഫ്രഷ് വിത്ത് മൈ സ്കിൻ. ഞാൻ മേക്കപ്പ് ഒന്നും മാറ്റിയിട്ടില്ല. 30% റൈസ് എക്സ്ട്രാക്റ്റിൻ്റെ ബ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിഗ്മെൻ്റ് ആവുമല്ലോ നമ്മൾ സണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതൊന്ന് ഈവൺ ആക്കാനായിട്ട് ഈ ഒരു സൺസ്ക്രീൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക്
ഐ ഫീൽ ഇറ്റ് ആക്ച്വലി. പിന്നെ ഉള്ളത് ഈ റൈസ് പ്ലസ് പ്രോബയോട്ടിക്സ് ഉണ്ടല്ലോ. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഓൾസോ ഹെൽപ്പ് മൈക്രോബയോംസിന് ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഗ്രെയിൻസ് എക്സ്ട്രാക്ട് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഇസ് പ്രോബയോട്ടിക്സ്. റൈസ് എക്സ്ട്രാക്റ്റും പ്രോബയോട്ടിക്സും കൂടെ വരുമ്പോഴുള്ള മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിൽ, ഇതിപ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷൻ കഴുകി കളഞ്ഞ് രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ സ്കിന്നിന് ചെറിയ വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ പിമ്പിൾ മാർക്സ് ഒക്കെ ഈവൺ ആവുന്നുണ്ട്. സൺസ്ക്രീൻ ഹാസ് ദിസ് കൈൻഡ് ഓഫ് എഫക്റ്റ് ഓൾസോ വിച്ച് ഹെൽപ്സ് ഹൈഡ്രേറ്റിംഗ് ദി സ്കിൻ. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് എന്നെ ഇപ്പോൾ ഇത് നന്നപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം UV റേസിൽ നിന്നും എന്നെ എക്സ്ട്രാക്റ്റും പ്രോബയോട്ടിക്സും കൂടെ അല്ലാതെ ഇതിനകത്ത് നയാസിനമായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ തരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇത് ആവശ്യത്തിൻ്റെ എമൗണ്ടിൽ ഈ സൺസ്ക്രീനിലുണ്ട്. ദാറ്റ് അഗെയിൻ ഹെൽപ്സ് സ്കിന്നിൻ്റെ ബ്രൈറ്റനിങ് എഫക്റ്റിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ബ്രൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ വെളുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ സണ്ണിൽ നിന്നും വരുന്ന പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവുമല്ലോ, ഡിസ്കളറേഷൻസ് ഹിയർ ആൻഡ് ദെയർ. അപ്പോൾ അതിനെ ഒന്ന് ഈവൺ ആക്കാൻ വേണ്ടി കണ്ടിന്യൂസ് യൂസേജ് ഓഫ് ദ സൺസ്ക്രീൻ ഹെൽപ്സ്. നമുക്ക് 2-3 ദിവസം ഇടുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കംഫർട്ടബിൾ ആയാൽ മാത്രം യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് യു ഹാവ് ടു സ്റ്റോപ്പ്. എനി സൺസ്ക്രീൻ വാരിക്കോരി തേക്കുന്നതിൽ എത്രയോ ഭേദമാണ് നമ്മൾക്ക് പരിചയമുള്ള ഒരു കാര്യം നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരുന്നൊരു കാര്യം ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഇത് മെഡിക്കൽ ഒരു ഡോക്ടർ എഴുതി തരേണ്ട സാധനമൊന്നുമല്ല. നമ്മൾ കടയിൽ പോയി മേടിക്കുന്ന പോലത്തെ തന്നെയുള്ളൊരു സൺസ്ക്രീനാണ്. യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ആമസോൺ ആൻഡ് ഓൺലൈൻ ഷോപ്സ് ആൻഡ് ഓൾ ദാറ്റ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, കാം ചെയ്യും ആൻഡ് ഹൈഡ്രേറ്റ് ചെയ്യും. കാം ചെയ്യുന്ന തന്നെ നമുക്ക് ഈ ചിലവർക്കൊക്കെ ഈ സണ്ണിൽ പോകുമ്പോൾ റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ റൈസ് എക്സ്ട്രാക്ട് ഹെൽപ്സ് ടു സൂത്ത് ദ സ്കിൻ. അതോടൊപ്പം തന്നെ ഇവരുടെ തന്നെ വേറെ ഒരു സൺസ്ക്രീൻ ഉണ്ട്. അത് ഇറ്റ്സ് ലൈക്ക് അതൊരു ഫിലിം പോലെയാണ്. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒത്തിരി ഡ്രൈ ആക്കുന്നുണ്ടോ എന്ന് പറയുന്നതുകൊണ്ട് ഞാനത് മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം. ബിക്കോസ് ഇപ്പം എനിക്ക് പിമ്പിൾസൊക്കെ വന്നതുകൊണ്ട് സ്നെയിൽ മ്യൂസിൻ ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഫുഡ് ഹാബിറ്റിൻ്റെ ആയിരിക്കാം. പക്ഷെ അത് സ്നെയിൽ മ്യൂസിന് എനിക്ക് എന്തായാലും പറ്റിയില്ല. ബട്ട് ദിസ് വൺ ഞാനിപ്പോൾ ഇതിട്ടിട്ട് കുറച്ചായി ആൻഡ് ഐ റിയലി ലവ് ഇറ്റ്. അക്വാ ഫ്രഷ് മേടിക്കേണ്ടവർ ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ ട്രൈ ദി അക്വാ ഫ്രഷ് വേരിയൻറ്റ്. അല്ല എന്നെ പോലത്തെയൊക്കെ കുറച്ച് ഡ്രൈയിലേക്ക് പോകുന്നതായിട്ടുള്ളൊരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ ട്രൈ ദിസ് ഔട്ട്. ബട്ട് ദിസ് ഇസ് ദി ഒറിജിനൽ വേർഷൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് റെക്കമെൻഡഡ് വേർഷൻ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇത് യൂസ് ചെയ്യേണ്ട വിധം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലെൻസ് ചെയ്യുക. അതായത് മുഖം നല്ലപോലെ കഴുകുക. അത് ക്ലെൻസറൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. സിറവും മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് ഫൗണ്ടേഷനൊക്കെ ഇടാം. പക്ഷെ ഞാനിതൊന്നും ചെയ്യുന്നില്ല. നല്ലപോലെ മുഖം എൻ്റെ ഫേസ് വാഷ് കൊണ്ട് കഴുകിയിട്ട് നേരെ ഞാൻ ഈ സൺസ്ക്രീനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് 50 ml ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ നമുക്ക് ക്യാരി ചെയ്യാം ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആകെ യൂസ് ചെയ്യേണ്ട വിധം ഇതുപോലെ 3 layers ആയിട്ട് നമ്മുടെ കയ്യിലെടുക്കുക. അപ്വേർഡായിട്ട് മസാജ് ചെയ്യുക, ചെവിയും കഴുത്തും മുഖവും. ആൻഡ് യു വിൽ സീ ദ ഡിഫറൻസ്. ഇതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കണമെന്ന്, നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര സണ്ണാണ്. അപ്പോൾ ഇതിവിടെ ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ വിൻ്ററിലും ട്രൈ ചെയ്യുക. ഈവൻ നാട്ടിലുള്ളവർക്കും ഇത് മേടിക്കാൻ പറ്റും. കുറേ പേര് നാട്ടിലിത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ഇഷ്ടമായാലും ഉപയോഗപ്രദമായാൽ ഐ വിഷ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്താലും പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് ഐ ഹോപ്പ് ഐ ക്യാൻ കം അപ്പ് വിത്ത് മോർ വീഡിയോസ് ലൈക്ക് ദിസ് വിത്ത് പ്രോഡക്ട്സ് വിച്ച് ഐ റിയലി എക്സ്പീരിയൻസ്. ആൻഡ് എനിക്ക് ചേരുന്നതും എനിക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് തോന്നുന്നതുമായിട്ടുള്ള സിമ്പിൾ പ്രോഡക്ട്സ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് സൂൺ വരാം. അതിൽ ദെൻ എല്ലാവർക്കും നല്ലൊരു ദിവസം. ആൻഡ് ടാറ്റ ബൈ ബൈ.